കേരളം ആതിഥേയത്വം വഹിച്ച ദേശീയ ഗെയിംസിന് വേണ്ടിയായിരുന്നു 240 കോടി രൂപ ചെലവിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിർമ്മിച്ചത്. 50,000 പേർക്ക് മത്സരം കാണാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അത്ലറ്റിക്സും ഫുട്ബോളും നടത്താൻ സാധിക്കുന്ന സ്റ്റേഡിയം KCA ഏറ്റെടുത്തതിന് ശേഷം 35 ലക്ഷം രൂപ ചെലവിട്ട് 5 ക്രിക്കറ്റ് പിച്ചുകൾ നിർമ്മിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് സ്റ്റേഡിയം അനുകൂലമാണെന്ന് BCCIയുടെ സാങ്കേതിക വിദഗ്ധർ കഴിഞ്ഞ മെയ്യിൽ ഇവിടെയെത്തി വിലയിരുത്തിയിരുന്നു. സ്റ്റേഡിയത്തിൽ ഏതാനും ചില മാറ്റങ്ങൾ മാത്രമാണ് അന്ന് പരിശോധന നടത്തിയ സംഘം നിർദ്ദേശിച്ചത്. അത് എത്രയും വേഗം പരിഹരിച്ച് മത്സരത്തിന് സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് KCA. ഇത് പുതിയ സ്റ്റേഡിയം ആണെങ്കിലും അതൊരു അന്താരാഷ്ട്ര മത്സരത്തിൻ്റെ ഒരു പ്രഷർ നമുക്കുണ്ട്. അതിൻ്റെ പല രീതിയിൽ ആദ്യ മത്സരം എന്നുള്ള നിലയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടുതലാണ്. 1998 ജനുവരി 25-നാണ് തിരുവനന്തപുരം അവസാനമായി ഒരു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു അന്ന് വേദി. വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലുള്ള ഏകദിനമായിരുന്നു മത്സരം. എന്നാൽ 19 വർഷത്തിനിപ്പുറം ഗ്രീൻഫീൽഡിൽ പോരാട്ടത്തിനിറങ്ങുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. വാശിയേറിയ മത്സരത്തിനായി തലസ്ഥാന നഗരിയും ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കേണ്ടത് ഡിസംബർ 20 വരെ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.